ഹായ്, നമ്മളിന്ന് പഠിക്കുന്നത് മാത്സിലെ 9th ചാപ്റ്ററാണ്. ബഹുപദങ്ങളും സമവാക്യങ്ങളും. ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് പോളിനോമിയൽസ് ആൻഡ് ഈക്വേഷൻസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത്. ഏറ്റവും ബേസിക് മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചു പോകാം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു പോകാം. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ചെറിയ ക്ലാസ്സുകളിൽ 9ാം ക്ലാസ്സിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം, നമ്മുടെ പോളിനോമിയലിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എവിടെ നിന്നാണ് നമ്മൾ ഏതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ഈക്വേഷൻസ് ലൈക്ക് ബഹുപദങ്ങൾ എഴുതാം. ബഹുപദങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹു പറഞ്ഞു കഴിഞ്ഞാൽ പോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ പറയാറില്ലേ ബഹുവചനം കുറേ ഉള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പോളിടെക്നിക് എന്ന് കേട്ടിട്ടില്ലേ? പോളിടെക്നിക് കോളേജുകളൊക്കെ, അതായത് അവിടെ കുറേ ടെക്നിക്കുകൾ ഉണ്ടാവും. ലൈക്ക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, അല്ലെങ്കിൽ പ്ലംബിങ്, അങ്ങനെ ഒരുപാട് ടെക്നോളജി അതൊക്കെ പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ പോളിടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബഹുപദങ്ങൾ എഴുതാം. ഒരു ബഹുപദം നോക്കിക്കേ, 4x + 10. 4x + 10 ഇതൊരു ബഹുപദമാണ്. വേറൊരെണ്ണം x² + 5x + 6 ഇത് വേറൊരു ബഹുപദമാണ്. വേറൊരെണ്ണം x³ + 5x² + 8 ഇത് വേറൊരു ബഹുപദമാണ്. ഇതെല്ലാം ബഹുപദങ്ങളാണ്. ഒരുപാട് പദങ്ങളുണ്ട്, അതിൽ എക്സ് വരുന്നുണ്ട്. ഈ എക്സിനെ നമ്മൾ പറയുന്നതാണ് വാരിയബിൾ എന്ന് പറയുന്നത്. വാരിയബിൾ, ഈ എക്സിന് പറയുന്ന പേരാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയുന്നത്. വാരിയബിൾ അല്ലെങ്കിൽ നമുക്കതിനെ ചരം എന്ന് പറയാം. വാരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു നമ്മുടെ ഈ ബഹുപദം എടുക്കുന്ന സമയത്ത് 4x + 10 എന്നുള്ളതാണ് നമ്മുടെ ബഹുപദം. ഓക്കെ, ഇതെടുക്കുന്ന സമയത്ത് ഈ ചരം ഉണ്ടല്ലോ, വാരിയബിൾ ഉണ്ടല്ലോ. വാരിയബിൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈ ആയിരിക്കാം, അല്ലെങ്കിൽ സെഡ് ആയിരിക്കാം. നോർമലി ഒരു വാരിയബിളാണ് തരുന്നുണ്ടാവുക. ചിലപ്പോൾ എക്സും വൈയും തരാം, രണ്ട് വാരിയബിൾ ഉണ്ടായിരിക്കാം, രണ്ട് ചരം ഉണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ ഒരു എക്സ്, ഒരു ചരം മാത്രമേ ഉള്ളൂ, ഒരു വാരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ ചരം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനൊരു പവർ ഉണ്ട്. 4x, എക്സിന് പവർ ഉണ്ട്. പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ എഴുതില്ലേ, ഇവിടെ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് എന്നൊക്കെ എഴുതില്ലേ, ഇതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഒരിക്കലും നമ്മൾ പറയരുത് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, സോ അതിൻ്റെ പവർ 0 ആണ് എന്ന് പറയരുത്. ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ വരുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ബഹുപദം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചരം നോക്കുക, വാരിയബിൾ നോക്കുക. ഏതാണ് വാരിയബിൾ നോക്കുക. ഇവിടെ വാരിയബിൾ എത്രയാണ്, ഏതാണ് കൊടുത്തിട്ടുള്ളത്? എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത കാര്യം, ഈ എക്സ് എന്ന് പറയുന്ന വാരിയബിളിൻ്റെ പവർ എത്രയെന്ന് നോക്കുക. നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പവർ വരുന്നത് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, മനസ്സിലായല്ലോ? ഇതിനെ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒരു ചരമേ ഉള്ളൂ, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എക്സ് കണ്ടോ, ഇവിടെ എക്സ് കണ്ടോ, ഒരു ചരമേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ചരം മാത്രമേ ഉള്ളൂ, എക്സ് എന്ന് പറയുന്ന വാരിയബിൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ എക്സ് എന്ന് പറയുന്ന ചരത്തിൻ്റെ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാരിയബിളിൻ്റെ പവർ വന്നിട്ട് 2 ആണ്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മൾ പറഞ്ഞ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ വരുന്നത് 1 ആണ്. നമ്മൾ നോക്കേണ്ടത് ഇവിടെ 2 ഉണ്ട് പവർ, 1 ഉണ്ട് പവർ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള പവർ ഏതാണെന്ന് നോക്കാം. 1 ആണ് 2 ആണ് വലിയ പവർ? 2 ആണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് വന്നിട്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതും ഒരു ബഹുപദമാണ്. ഈ ബഹുപദത്തിൻ്റെ നോക്കിക്കേ, ഇവിടെ x³ ഉണ്ട്, 5x² ഉണ്ട്, +8 ഉണ്ട്. നമുക്കറിയാം ഇവിടെ ഇതാണ് ഇതിൻ്റെ പവർ, ഇതാണ് ഈ ചരങ്ങളുടെ പവർ കൊടുത്തിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ പവർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ഇതിൽ പവർ 3 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് പറയുന്നതാണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ, മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് എന്താ പറയുക? ഇതിനെ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രീനെ പറയുന്നതാണ് ഒന്നാം കൃതി ബഹുപദം, അതുപോലെ തന്നെ രണ്ടാം കൃതി ബഹുപദം, മൂന്നാം കൃതി ബഹുപദം എന്ന് പറയും. ബഹുവചനം അല്ല കേട്ടോ,
നമ്മൾ ബഹു എന്ന് പറയുന്ന സമയത്ത് ബഹുവചനം എന്നാണ് കേട്ട് ശീലിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഒന്നാം കൃതി ബഹുപദം, രണ്ടാം കൃതി ബഹുപദം, അതുപോലെ തന്നെ മൂന്നാം കൃതി ബഹുപദം. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം നോക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പറയാം. നോക്കിക്കേ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കാൻ പല എളുപ്പവഴികളും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് മനക്കണക്കാക്കി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. 38x32. അപ്പൊ നോർമലി 38x32 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും, 38x32 ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 8 8 2 8 16, 16ലേക്ക് 6, ബാക്കി 1, ഒരു 3 3 2 3 6, 6 1 7, ഒരു 8 8 2 8 16, 3 8 24, 24ലേക്ക് 4, ബാക്കി 2, 3 3 9 10 11, 7 4 11ലേക്ക് 1, ബാക്കി 1 2, 1216 ഇങ്ങനെ എഴുതും. നോർമലി നമ്മൾ ഇൻഡു ചെയ്യുന്ന രീതി ഇതാണ്. പക്ഷെ നമ്മുടെ ഈ പോളിനോമിയൽ പറയുന്ന സമയത്ത് പോളിനോമിയലിൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞൊരു വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. എത്രയായിരുന്നു നമ്മുടെ 38x32 ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് നമുക്ക് എഴുതാം 30 + 8. 38നെ നമ്മൾ എന്ത് എഴുതി? 30 + 8 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 32നെ നമുക്ക് എന്ത് എഴുതാം? 30 + 2. ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നുള്ളതാണ്. ഈ ബ്രാക്കറ്റിനെയാണ് നമ്മൾ ഇൻറ്റു എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഇൻറ്റു എന്നുള്ള സൈൻ ഇവിടെ കൊടുത്തിട്ടില്ല, ബിക്കോസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം ചെയ്യേണ്ട പാറ്റേൺ പറയാം. 30x30 ഒന്ന് പറഞ്ഞേ. 30x30 എന്ന് പറയുമ്പോൾ ഇതവിടെ എഴുതി വെക്കേണ്ട. 30x30 പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഈ സംഖ്യനെ ഇതിനെ ചെയ്യണം. 30x2 പ്ലസ് ഇനി അടുത്ത സംഖ്യ 8x3 പ്ലസ് 8x2. 8x3 അല്ല, 8x30 കേട്ടോ. 8x2 8x2. ഓക്കെ, ഇത്രയും ചെയ്തു. ക്ലിയർ? ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 30x30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ആണ്. 900 പ്ലസ് 60 പ്ലസ് 240 പ്ലസ് 16. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണാനായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1216 ഉത്തരം വരുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഏതൊക്കെയുണ്ട് സംഖ്യകൾ? 900 ഉണ്ട്, പ്ലസ് 240 ഉണ്ട്, പിന്നെ 60 ഉണ്ട്, 16 ഉണ്ട്. 6 6 4 10 1 11ലേക്ക് 1, ബാക്കി 1, 9 10 11 12, 1216. നമുക്ക് ഇതാ ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് ചെയ്യേണ്ട ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചോദ്യം. ഇത്തരത്തിൽ 2-3 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. 48 × 42. 48 × 42 ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 48 × 42. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 48ന് നമുക്ക് എഴുതാം. 48 എന്ന് പറയുന്നത് 40 + 8 ആണ്. ഇൻറ്റുവിനാണ് ഈ ബ്രാക്കറ്റ് ഇടുന്നത് കേട്ടോ. 42ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 + 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ 40 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 40ൻ്റെ സ്ക്വയർ ആണ്. 40 × 40 = 40ൻ്റെ സ്ക്വയർ ആണ്. പ്ലസ് ഇത് ഓക്കെ, എന്ത് ചെയ്യണം? 40 × 2 40 × 2 എന്താ ബ്രാക്കറ്റിൽ ഇട്ടു. പ്ലസ് ഇനി എന്ത് ചെയ്യണ്ടേ? 8 × 40 8 × 40 പ്ലസ് 8 × 2 ഇത്ര എഴുതി വയ്ക്കാം. ഇത് ക്ലിയർ ആണല്ലോ? ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി നോക്കിക്കേ, ഇവിടെ ഈ 40ൻ്റെ സ്ക്വയറിന് ഞാൻ അതേപോലെ തന്നെ എഴുതി വെച്ചു. 40ൻ്റെ സ്ക്വയറിന് എഴുതി വെച്ചു 40². ഇതാ ഈ പ്ലസ് സൈൻ അതുപോലെ തന്നെ ഇട്ട് വെച്ചു. ഇനി ഈ ഒരു ഭാഗം നോക്കിക്കേ, ഇത്രയും ഭാഗം നോക്കിയേ. ഓക്കെ, ഈ സംഖ്യകളിൽ ഒരു സംഖ്യ 2ലുണ്ട്. ഏത് സംഖ്യ 2ലുള്ള? 40 അല്ലേ? ആ 2ലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നതാണ് കോമൺ ആയിട്ടുണ്ടെന്ന് പറയാം. സോ ആ കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള സംഖ്യയെ നമ്മൾ പുറത്തേക്ക് എടുത്തു.
ഓക്കെ, പൊതുവായിട്ടുള്ള സംഖ്യനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി, അതായത് പൊതുവായിട്ടുള്ള സംഖ്യനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കേട്ടോ. ബാക്കി എന്തുണ്ട്? 8 ഉണ്ട്, 2 ഉണ്ട്. സോ 8 + 2. ഓക്കെ അല്ലേ? ഇതിപ്പോൾ എന്താ വായിക്കണ്ടേ? 40 സ്ക്വയർ, 40ന്റെ സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 8 + 2. ഓക്കെ, 40 ഇൻറ്റു ആണ്. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം, ഇൻറ്റു ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കി എന്തുണ്ട് അവിടെ? പ്ലസ് 8 ഇൻറ്റു 2. 8 ഇൻറ്റു 2 നമുക്ക് വേണമെങ്കിൽ 16 അങ്ങനെ എഴുതാം, ഫുള്ളായിട്ട് 16. ഇതുവരെ മനസ്സിലാക്കിയോ? നോക്കിയേ, കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഇപ്പോൾ 16 എന്നുള്ളത് നമ്മളിപ്പോൾ തൽക്കാലം ഇതാ 8 ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചേ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എഴുതിയിട്ടുള്ള എന്തായിരുന്നു? 40ന്റെ സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 8 + 2 എന്ന് പറയുമ്പോൾ 10 അല്ലേ, പ്ലസ് 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16 എന്ന് പറയാം. ഓക്കെ, അഗൈൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 40ന്റെ സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 10 എന്ന് പറയുന്നത് 400 പ്ലസ് 16. ഓക്കെ, ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. ഫൈനൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 40ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 4 4 16 ആണ്. പിന്നെ ഈ 2 0 ഇട്ടാൽ പോരെ, പ്ലസ് 400 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 1600 പ്ലസ് 400. ഇവിടെ ചെയ്ത് നോക്കാം കേട്ടോ. 1600 പ്ലസ് 400 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 6 1 6 4 10 0, ബാക്കി 1 2016. സോ ദി ഫൈനൽ ആൻസർ ഈസ് 2016. ഓക്കെ, 2016 ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് അടുത്തൊരു ചോദ്യം ചെയ്യാം. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നിങ്ങൾ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഞാനത് പതിയെ ചെയ്യുന്നുള്ളൂ, എൻ്റെ കൂടെ ചെയ്യാം. 43 ഇൻറ്റു 47, ജസ്റ്റ് റാൻഡം ക്വസ്റ്റൻസ് ആണ്. 43 ഇൻറ്റു 40, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണല്ലോ. ഓക്കെ, ഞാനിത് ഇതും കൂടി പറയാം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം കൂടി പറയാം. നോക്കിക്കേ, ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇതാ 43 ഇൻറ്റു 47, നമ്മുടെ ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ചുവടെയുള്ള ഓരോ കൂട്ടത്തിലെയും ഗുണനങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓരോ കൂട്ടത്തിൽ നിന്നും കിട്ടുന്ന പൊതുതത്വം ബീജഗണിത സമവാക്യമായിട്ട് എഴുതുക. അപ്പോൾ പൊതുതത്വം കൂടി നമുക്ക് എഴുതാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് 43 ഇൻറ്റു 47 ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഇതിനെങ്ങനെ മാറ്റി എഴുതാന്നാണ് പറഞ്ഞത് നമ്മൾ? 43നെ 40 + 3 ബ്രാക്കറ്റ് ഇട്ട് എന്തുട്ടാ ഇൻറ്റു 40 + 7. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് 40 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 40ന്റെ സ്ക്വയർ. ഓക്കെ, 40ന്റെ സ്ക്വയർ. പിന്നെ എന്ത് ചെയ്തു? പ്ലസ്, പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഇത് ചെയ്തു. ഇത് 40 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 3 ഇൻറ്റു 7. ഓക്കെ, ഇനി നമുക്കിതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ, 40ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. 40ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 40 നമ്മൾ പറഞ്ഞു ഈ ഒരു ടേം എടുക്കുന്ന സമയത്ത് അവിടെ 40 കോമണാണ്. 40 കോമണാണ്. ബാക്കി എന്താ ഉള്ളത്? 40 കോമൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ട്? അതിന് പുറത്തേക്ക് എടുത്തു കേട്ടോ. 7 + 3 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി എന്തുള്ളത്? പ്ലസ് 3 ഇൻറ്റു 7 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇങ്ങനെ എഴുതാം. 40 സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 7 + 3 പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലേ, പ്ലസ് 1 7 2 7 14 3 7 21. ഓക്കെ, നാൽപ്പത് സ്ക്വയർ പ്ലസ് 400 പ്ലസ് 21. 40ന്റെ സ്ക്വയർ നമ്മൾ പറഞ്ഞു. 40 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 1600 പ്ലസ് 400 പ്ലസ് 21. ഓക്കെ, എങ്ങനെ വരും? 1600 പ്ലസ് 400
പ്ലസ് 21. 1, 2, 0, 1, 2021. ആൻസർ കിട്ടിയല്ലോ, 2021. ഐഡിയ കിട്ടിയാൽ നോക്കിക്കേ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായി നോക്കി. ഓക്കെ, അഗെയിൻ അടുത്തൊരു ചോദ്യം ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. 63x67 ചെയ്യാം. 63x67 ചോദ്യത്താണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. 63x67. ഓക്കെ, എങ്ങനെ ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, 60 + 3 ഇൻറ്റു 60 + 7. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ നോക്കിക്കേ. 60 × 60, 60ൻ്റെ സ്ക്വയർ, പ്ലസ് 60 × 7, ഇനി പ്ലസ് 3 × 60, 3 × 60 പ്ലസ് 3 × 7, 3 × 7. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ 60ൻ്റെ സ്ക്വയർ പ്ലസ്, ഇനി ഈ ഒരു ടേം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി 60 കോമണാണ്, അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഇൻറ്റു ബാക്കി എന്തുണ്ട്, 60നെ പുറത്തേക്ക് എടുത്തു, ബാക്കി ഇൻറ്റു 7 + 3. ഓക്കെ, ഇനി ബാക്കി എന്തുണ്ട്, പ്ലസ് 3 × 7. സിംപ്ലിഫൈ ചെയ്യാമല്ലോ, സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ 60ൻ്റെ സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 7 3 7 + 3 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 7 3 21. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയും കാര്യം നോക്കിക്കേ. ഇവിടെ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഒരു കാര്യം നമുക്ക് എഴുതാം. നോക്കിക്കേ, ഞാനിപ്പോൾ വേറൊരു, ഇപ്പോൾ അതിൽ മൂന്നാമത്തതും കൂടി ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 103 × 107. അതേപോലെ തന്നെ എഴുതാം, 103 × 107. ഇതവിടെ എഴുതുന്ന 103 × 107. ഇതാണ് ചോദ്യം. ഇതിന് ഫസ്റ്റ് ഇത് നമുക്ക് അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 100 + 3 ഇൻറ്റു 100 + 7. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചല്ലോ. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ, ഈ ഭാഗം നോക്കിക്കേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിൻ്റെ സ്ക്വയർ ഇട്ടു. ഇതിൻ്റെ സ്ക്വയറാ, നമ്മൾ ഇതിൻ്റെ സ്ക്വയർ ഇട്ടു. കണ്ടോ, ഇത് രണ്ടും അതിൻ്റെ സ്ക്വയർ ഇട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആദ്യം എഴുതേണ്ടത് 100ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്തു, പ്ലസ് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്തു, കണ്ടോ, ഈ 60 എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ കിടക്കുന്ന സംഭവമല്ലേ, അതായത് അത് തന്നെ വീണ്ടും എഴുതി, ഇതേ സംഭവം വീണ്ടും എഴുതി. ദാറ്റ് ഈസ് 100 ആണ് ഇവിടെ വരുന്നത്, അത് എഴുതി. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദാറ്റ് ഈസ് ഇൻറ്റു ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് ഇൻറ്റു ഇത് പ്ലസ് ഈ സംഖ്യ പ്ലസ് ഈ സംഖ്യ, ദാറ്റ് ഈസ് 3 + 7. അതിനുശേഷം അപ്പുറത്ത് എന്ത് ചെയ്തു, പ്ലസ് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്തു, 3 × 7. മനസ്സിലായോ? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് 100 ഇൻറ്റു 3 + 7 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 21. ഓക്കെ, സോ 100ൻ്റെ സ്ക്വയർ ഈസ് 10000 പ്ലസ് 1000 × 10 എന്ന് പറഞ്ഞാൽ, അല്ല 100 × 10 എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 21 ഇസ് ഈക്വൽ ടു 11021. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഇതേപോലെ തന്നെ എഗെയിൻ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാം. 51 × 52. 51 × 52 സെയിം പാറ്റേൺ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നത് നോക്കിക്കോ. ഇനി കാണിക്കുന്ന പാറ്റേൺ വെച്ചിട്ടാണ് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും ആദ്യം സ്റ്റെപ്പുകൾ പറയാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യം എഴുതി വെച്ചു, 51 × 52. ഇതാണ് നമ്മുടെ ചോദ്യം. ആദ്യം ചോദ്യം എഴുതി വെക്കുക. എന്നിട്ട് നോക്കേണ്ടത് 51നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. 51നെ നമുക്ക് എഴുതാം 50 + 1 ഇൻറ്റു 52നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 50 + 2. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻറ്റു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഈ സംഖ്യ ശ്രദ്ധിക്കൂട്ടോ, ഈ സംഖ്യ ഇതിൻ്റെ സ്ക്വയർ എഴുതുക ഫസ്റ്റ്. ഓക്കെ, അതായത് സ്ക്വയർ എഴുതുമ്പോൾ 50ൻ്റെ സ്ക്വയർ പ്ലസ് ചിഹ്നം ഇടുക.
വീണ്ടും അതേ സംഖ്യ തന്നെ എഴുതി വയ്ക്കുക. എത്രയായിരുന്നു അത്? 50. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് വെച്ചാൽ ഇൻറ്റു എന്നുള്ളതാണ്. ഈ സംഖ്യയും കൂട്ടുക. ദാറ്റ് ഈസ് 1 + 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് ഇനി ആ സംഖ്യയും ഈ സംഖ്യയും എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എഴുതാം 50ൻ്റെ സ്ക്വയർ പ്ലസ് 50 ഇൻറ്റു 1 + 2 എന്ന് പറയുമ്പോൾ 3 പ്ലസ് ഒരു 2. സോ നമുക്ക് എഴുതാം 50ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 5 25 2500 അല്ലേ? 2500 പ്ലസ് 150 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2652 നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടും. ക്ലിയർ ആണെന്ന് നോക്കിക്കേ. അഗൈൻ നമുക്ക് ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എന്തായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ? 81 × 82. നിങ്ങൾ കൂടെ ചെയ്യുക. 81 × 82 നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ചോദ്യം എഴുതി 81 × 82 എന്ന് എഴുതി വെച്ചു. നമുക്കറിയാം 81നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 80 + 1 ഇൻറ്റു 82നെ നമുക്ക് എഴുതാൻ പറ്റും 80 + 2 ബ്രാക്കറ്റ് കിട്ടും. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഈ സംഖ്യയുടെ സ്ക്വയർ എഴുതുക. 80ൻ്റെ സ്ക്വയർ എഴുതി പ്ലസ് ആ സംഖ്യ തന്നെ വീണ്ടും എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതും പ്ലസ് ചെയ്യാം. 1 + 2 പ്ലസ് അതും ഇൻറ്റു ചെയ്യാം. 1 × 2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 80ൻ്റെ സ്ക്വയർ 8 8 64 6400 പ്ലസ് 80 ഇൻറ്റു 1 + 2 3. 80 ഇൻറ്റു 3 80 ഇൻറ്റു 1 + 2 പറയുമ്പോൾ 3 പ്ലസ് 1 × 2 പറയുമ്പോൾ 2. ഓക്കെ, ഈക്വൽ ടു 6400 പ്ലസ് 1 8 8 2 8 16 3 8 24 240 പ്ലസ് 2. ദി ആൻസർ വിൽ ബി ആൻസർ എഴുതാം 6642. കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, 6642. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. അതിന് അടുത്ത ചോദ്യം ഈസി ആണല്ലോ. ഇപ്പം നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ഫോർമുലയോട്ടാണ് നമുക്ക് എത്തുന്നത് കേട്ടോ. 301 × 302. അടുത്ത ചോദ്യമാണ് 301 × 302. നിങ്ങൾ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കണേ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? ആദ്യം ചോദ്യം എഴുതി വയ്ക്കാം. 301 × 302. എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം 300 + 1 ഇൻറ്റു 300 + 2. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ സ്ക്വയർ എഴുതുക. 300ൻ്റെ സ്ക്വയർ ആ സംഖ്യ തന്നെ വീണ്ടും എഴുതി, ബാക്കിയുള്ളതിന് ബ്രാക്കറ്റിൽ 1 + 2. അടുത്തത് എഗെയിൻ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. 1 × 2. മനസ്സിലായല്ലോ? നമുക്ക് സ്ക്വയർ എഴുതല്ലോ. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 0 0 0 0 പ്ലസ് 300 ഇൻറ്റു 1 + 2 3 പ്ലസ് ഒരു 2 2. സോ 90000 പ്ലസ് 3 3 9 പ്ലസ് 2. സോ ദി ഫൈനൽ ആൻസർ വിൽ ബി 90902. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ വരും. 90902 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. എന്താ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞേ. ഇതാ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കൂടി ചെയ്യാം കേട്ടോ. ഒരു എക്സ്ട്രാ നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ. 24 ഇൻറ്റു 26. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ 20 + 4 ഇൻറ്റു 20 + 6 ഇങ്ങനെ എഴുതി വെച്ചു. ആദ്യം എന്ത് ചെയ്തു? ഇതിൻ്റെ സ്ക്വയർ എഴുതുക. ദാറ്റ് ഈസ് 20ൻ്റെ സ്ക്വയർ പ്ലസ് അതേ സംഖ്യ തന്നെ എഴുതി വെച്ചു.
എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള സംഖ്യ ഇതും എന്തായിട്ട് എഴുതണം? പ്ലസ് ചെയ്തിട്ട് എഴുതാം. പ്ലസ് ചെയ്തിട്ട് എഴുതി. ഇനി അത് തന്നെ എന്ത് ചെയ്തു? ഇൻറ്റു ആയിട്ട് എഴുതി വെച്ചു. 4 × 6. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ചെയ്യാം. 4 400 പ്ലസ് 20 400 പ്ലസ് 20 ഇൻറ്റു 10 പ്ലസ് 6 24 ഈക്വൽ ടു 400 പ്ലസ് 200 പ്ലസ് 24 ഈക്വൽ ടു 624 എന്ന് ഫൈനൽ ഉത്തരം കിട്ടും. ഓക്കെ, 624 എന്ന് നമുക്ക് ഫൈനൽ ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? 624 എന്ന് നമുക്ക് ഫൈനൽ ഉത്തരം കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ജനറലായിട്ട് എന്ത് നമുക്ക് എഴുതാൻ പറ്റും? ജനറലി നമുക്ക് അതിനെ എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ചോദ്യം നോക്കിക്കോട്ടെ. x+8. ഇപ്പോൾ നമ്മൾ വേറെ സംഖ്യകൾ പറയുന്നതിന് പറയാണ് x+8 ഇൻറ്റു x+8 ഇൻറ്റു സിമ്പിളായിട്ടുള്ള ചോദ്യം നോക്കാം. x+2 ഇങ്ങനെ തന്നു കഴിച്ചു. ഇങ്ങനെ തന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം എടുക്കുന്ന രണ്ടിലും കോമൺ ആയിട്ട് ഏതാണോ എടുക്കുന്നത് നോക്കുക. അതിൻ്റെ സ്ക്വയർ എഴുതാം. എക്സ് ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. എക്സിൻ്റെ സ്ക്വയർ എഴുതി പ്ലസ് ആ എക്സ് തന്നെ വീണ്ടും എഴുതി. എന്നിട്ട് ബാക്കിയുള്ളത് പ്ലസ് ആയിട്ട് എഴുതാം. 8 + 2 ആൻഡ് അഗെയിൻ അത് തന്നെ എന്തായിട്ട് എഴുതി? ഇൻറ്റു ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ x² പ്ലസ് x ഇൻറ്റു 10 പ്ലസ് 16 ഈക്വൽ ടു x² പ്ലസ് 10x പ്ലസ് 16 എന്ന ഉത്തരം വരും. x² പ്ലസ് 10x പ്ലസ് 16 കിട്ടിയോ? ഓക്കെ, നമുക്ക് ഒരെണ്ണം ചെയ്യാലോ. ഒരു പ്രോബ്ലം ചെയ്യാലോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളത്. നമുക്കൊരു x+3 ഇൻറ്റു x+7. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്തു? രണ്ടിലും കോമൺ ആയിട്ടുള്ളതിൻ്റെ സ്ക്വയർ എഴുതി. എന്നിട്ട് അതേ സംഭവം തന്നെ വീണ്ടും എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ പ്ലസ് ആയിട്ട് എഴുതി. ആൻഡ് അഗെയിൻ ബാക്കിയുള്ളതിന് നമ്മൾ എന്താക്കി എഴുതി? ഇൻറ്റു ആയിട്ട് എഴുതി. ഓക്കെ, സോ x² പ്ലസ് എക്സ് ഇൻറ്റു 3 + 7 എന്ന് പറയുന്നത് 10 പ്ലസ് 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് 21. സോ x² പ്ലസ് എക്സ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 10x ആണ് പ്ലസ് 21. മനസ്സിലായോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ, x² പ്ലസ് 10x പ്ലസ് 21. അങ്ങനെയാണെങ്കിൽ വേറെ ഒരെണ്ണം എഴുതി വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. x+1 ഇൻറ്റു x+2 ഇസ് ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ടുള്ളതിൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി ആദ്യം. x² പ്ലസ് പിന്നെ എന്ത് ചെയ്തു? അതേ സംഖ്യ തന്നെ എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ പ്ലസ് ആയിട്ട് എഴുതി. ആൻഡ് അഗെയിൻ അടുത്തത് അതിനെ തന്നെ ഇൻറ്റു ആയിട്ട് എഴുതി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് x² പ്ലസ് എക്സ് ഇൻറ്റു 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ് പ്ലസ് 1 × 2 2 ആണ്. സോ ദി ഫൈനൽ ആൻസർ വിൽ ബി x² പ്ലസ് എക്സ് ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x പ്ലസ് 2. സോ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ശരിക്കും ജനറലി ഒരു ഈക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ജനറൽ ഈക്വേഷൻ? ആ ജനറൽ ഈക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്താണ് ആ ജനറൽ ഈക്വേഷൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇവിടെ x+a ഇൻറ്റു x+b ആണെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അതായത് ജനറൽ ഈക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ബി എന്നൊക്കെ പേര് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് നമ്പർ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എ എന്നോ അല്ലെങ്കിൽ ബി എന്നോ കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ളതിൻ്റെ സ്ക്വയർ ഇട്ടു. x² പ്ലസ് ആ കോമൺ ആയിട്ടുള്ളത് തന്നെ വീണ്ടും എഴുതി. ബാക്കി ഉള്ളത് എന്താണോ അതിവിടെ പ്ലസ് ആയിട്ട് എഴുതി. പിന്നെ ഉള്ളത് അഗൈൻ എന്ത് ചെയ്തു? നമ്മൾ ഇൻറ്റു ആയിട്ട് എഴുതി. മനസ്സിലായല്ലോ? ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം x² പ്ലസ് ഇത് അതേപോലെ തന്നെ എഴുതി വയ്ക്കാം. a+bx എന്ന് എഴുതാം. അതിനെ a+bx പ്ലസ് ab ഇങ്ങനെ എഴുതാം. ഒന്ന് ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. സെയിം സംഭവം.
എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിനെ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി എന്ന് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം വെച്ച് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് പറയാം. സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ അഡീഷൻ്റെ ജനറൽ ഇക്വേഷൻ വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ മൈനസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്ലസും മൈനസ് വന്നാൽ എങ്ങനെ ചെയ്യേണ്ടത്, മൈനസും മൈനസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത്തരത്തിൽ ജനറൽ ഈക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ എഗെയിൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ.